നല്ല മുടി കൊഴിച്ചിലുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മുടി കൊഴിച്ചിൽ എങ്ങനെയാണ്? സ്കാൽപ്പിൽ നിന്നാണോ പൊട്ടലാണോ ഉള്ളത്? പൊട്ടലുണ്ട്. മുടി കൊഴിച്ചിലിനൊരു ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ബൊട്ടോക്സിനെ കണക്കാക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ മുടി കൊഴിച്ചിൽ വരുന്നത് ഒന്ന് സ്കാൽപ്പിൽ നിന്നാണ്, ഒന്ന് ഹെയർ പൊട്ടലാണ്. പൊട്ടലിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും ഈ ട്രീറ്റ്മെന്റിലൂടെ. പക്ഷെ ഒരിക്കലും മുടി കൊഴിച്ചിലിനെ നമുക്ക് തടയാൻ പറ്റത്തില്ല. കാരണം നമ്മളിത് ചെയ്യുന്നത് സ്കാൽപ്പിലല്ല, നമ്മുടെ ഈ ഹെയറിന്റെ ഷാഫ്റ്റിൽ മാത്രമാണ് ചെയ്യുന്നത്. അത് മുടി വളരാനും സഹായിക്കത്തില്ല, മുടി പൊഴിയാനും കാരണമാകത്തില്ല. ഇപ്പം മാം ഇപ്പം നല്ല രീതിയിൽ മുടി കൊഴിച്ചിലുണ്ടല്ലോ, അപ്പം പെട്ടെന്ന് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഇതിൽ കൂടുതൽ ഫീൽ ചെയ്യും. കാരണം ഇപ്പം നല്ല ഫ്രിസ്നെസ്സും ഡ്രൈനെസ്സും കേളിയും ഒക്കെ ആയതുകൊണ്ട് ചട പിടിച്ചിരിപ്പുണ്ട്. നമ്മൾ പൊഴിഞ്ഞാലും താഴത്ത് പെട്ടെന്ന് വീഴത്തില്ല. നമ്മൾ ഈ ട്രീറ്റ്മെന്റ് എല്ലാം കഴിയുമ്പോഴത്തേക്കും ഹെയർ നല്ല ഫ്രിസ് ഫ്രീ ആവും. ചിലപ്പോൾ ജസ്റ്റ് പൊഴിയുമ്പോൾ തന്നെ ഒന്ന് താഴെ വീഴും, അപ്പോൾ കൂടുതൽ ഫീൽ ചെയ്യും. അപ്പൊ ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയണം, ഒത്തിരി കസ്റ്റമേഴ്സ് വിളിക്കുന്നുണ്ട് ബൊട്ടോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിലുണ്ടെന്ന്. പക്ഷെ ബൊട്ടോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് മുടി കൊഴിച്ചിൽ വരാൻ ഒരു ചാൻസും ഇല്ല സ്കാൽപ്പിൽ. എങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ചെയ്യാമോ അതോ മാം സ്ട്രൈറ്റ് ആയിട്ട് ചെയ്താൽ ഒത്തിരി ലാസ്റ്റ് ചെയ്യും. എന്നാലും നമ്മളിവിടെ കണ്ടുവരുന്ന രീതി വെച്ച് നോക്കുമ്പോൾ 6 മാസം 8 മാസം 1 ഇയർ വരെ ലാസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് സ്ട്രൈറ്റ് ആയിട്ട് ചെയ്യണം. പിന്നെ ബാക്കി നിങ്ങളുടെ ഹെയറിന്റെ കെയറിങ് പോലെ ഇരിക്കും. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. നല്ല സർവീസ് ആയിരുന്നു. വന്നപ്പോൾ ഉള്ള കണ്ടീഷൻ ആയിരുന്നില്ല ഇത്. നിർബന്ധം എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിനായിരുന്നു. ആൾക്കാണ് ഇങ്ങനെ ഹെയർ മെയിൻറ്റെയിൻ ചെയ്ത് ഈ ഒരു ഹെയറിനോട് അങ്ങനെ ഞാൻ വന്നത് ഇത് കണ്ടിട്ട്.